ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിന്നൊരു പരിപാടിക്ക് പോവാണ്. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഡ്രംസും കാര്യങ്ങളൊക്കെ പാക്കപ്പ് ഒക്കെ സെറ്റാണ്. മൈക്ക് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എവിടെയാണ്? പരിപാടി വരുന്നത് പറവൂര് കൊല്ലം ട്രിവാൻഡ്രം ബോർഡർ ആ ഭാഗത്താണെന്ന് പറഞ്ഞത്. വർക്കല ബീച്ചിന്റെ അടുത്താണ്. അതെ, അപ്പൊ നമ്മള് ട്രെയിന് പത്തരായി. ഇങ്ങനെ എടുക്കണം. ഞാൻ റബി നാട്ടിലേക്ക് പോവാണ്. നാട്ടില് ചെറിയ സീനുണ്ട്. അപ്പൊ നമ്മളെത്തിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ നമ്മളെത്തിയിട്ട് കാണിക്കട്ടോ. സാധനം മിസ്സായാലോ? എന്ത്? ഓ, താങ്ക് യു. ആ പെട്ടെന്ന്. അപ്പൊ നമ്മളെ എക്യുപ്മെന്റ്സ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ട്രെയിനിൽ കയറ്റിയിട്ട് എങ്ങനെ എത്താന്ന് അറിയില്ല. ഇക്ക ഹായ് തരുമോ? ഗായ്സ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിട്ടോ, തിരൂര്. റബി ഹെയർ ചെക്കിങ്. ഒന്നുകൂടെ അങ്ങനല്ല, പൂക്കിങ്. നിലപാടുണ്ടാണോ വീഡിയോ ദർശനം പോലെ അവർക്ക്? ഗ്രൗണ്ട് ആകെ 2 നിലയുള്ളൂ. നെക്കണല്ല പോലെ. എന്താ ഷാഹിൽ ജി നെക്കണ്ട് ജി. ഡ്രമ്മർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഡ്രമ്മർ എക്സ്പോർട്ട് ഡ്രമ്മറാണ്, ഇമ്പോർട്ടഡ് ടു സദായിഷ്. ഇവിടെ ആദ്യം കഴിക്കണല്ലോ. ആദ്യം കഴിക്കണം. ഇതെന്ത് 2 സൈസ് വ്യത്യാസമുണ്ട്? 2 വേറെ സാധന. ഇത് ഉണ്ടാക്കണം. ഇത് ബോണ്ട, ഇത് ഉണ്ണിയപ്പോലെ. കോഫി നല്ല സാധനം ഇങ്ങോട്ടുണ്ടാവുള്ളൂ. ഇന്നത്തെ ഡിന്നർ. എൻ്റെ സ്പാനറാണ്. ഡിന്നറിന്റെ കുറച്ച് ചിക്കി. ഇതിന്റെ പേരാണ് ചിക്കി. എന്ത് ചിക്കിയാലും 24 മണിക്കൂർ ഷുഗർ കട്ട്. ചെടക്കും തിന്നാ. ഇത് ഷുഗർ അല്ല, ഇത് പഞ്ചാര ചെതടാ, ശർക്കര. ചായ അടിച്ചില്ല, പഞ്ചാര ഇട്ട്. പക്ഷെ മുട്ടായി ഞാൻ നോക്കി നോക്കട്ടെ. നോക്കാം, എന്റെ ചോയ്സ് ആണ്. അങ്ങനത്തെ ചോയ്സ് ആണോ? 2 പോണ്ട് എടുത്തോളി. നമുക്ക് പോണ്ടല്ലേ? തരും കുട്ടി, അങ്ങോട്ട് തരും. ഇപ്പൊ സാമ്പിൾ അപ്പൊ ഗൈസ്, നമ്മളെ ഫസ്റ്റത്തെ ലോങ് പരിപാടിയാണ്. അതെ, ഇപ്പോ അത് കൊല്ലത്ത്. അതെ, അപ്പോ എന്താ അത് വീഡിയോ അയച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ടീം ഇവിടെ ഒരു ഡിസ്ക് അത് നിൽക്കണു. അങ്ങനെ ഒരു മൂഡ്. അപ്പോൾ ഗൈസ്, നമ്മളെടുക്കാൻ പോണത് വർക്കല ബീച്ചിലേക്ക്. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ മാറ്റി വർക്കല ബീച്ചിലേക്കാണ് പോണത്. ബീച്ചിൽ അങ്ങോട്ട് ഇറങ്ങാം. രാവിലെ ഒരു കുളി പ്രഭാത കർമ്മങ്ങൾ അവിടെ ബീച്ചിൽ. എന്നിട്ട് പരിപാടി സ്ഥലത്തേക്ക് രാത്രിയാണ് പരിപാടി. ഇത് ചങ്ങായി തന്നെ തലേന്ന് രാത്രി തന്നെ കൊണ്ടുപോകുന്നു. എന്തിനാണോ ഇവ ഇങ്ങനെ ഒരു സാധനം, ഒരു ഡിസ്ക് ഐറ്റം. എന്താടാ വരുന്നുണ്ടല്ലോ. വെള്ളക്കുപ്പിക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട് മറന്നു വെച്ചേക്കാം. ഒരു ഡിസ്ക് ഐറ്റങ്ങള് ആരാരും മണ്ടിക്കോ പോയതന്നെ. പുതിയ ആളെ പറഞ്ഞേക്കണ പോയി എടുത്തു മണ്ടിക്കോ. എന്ത് ട്രെയിനിന്റെ ടയറ് പഞ്ചറായി പറഞ്ഞു. ആള് വിശ്വസിച്ചു. അവിടെ ഒന്നുമില്ലടാ.
കഥ പറയും. ട്രെയിനേ ട്രെയിനിങ്ങനെ നിർത്തി ഒരു ഏതോ സ്റ്റേഷനിലല്ല അല്ലാത്ത സ്ഥലത്തേക്ക് നിർത്തി പിടിച്ചിട്ടാണ്. ട്രെയിനിന്റെ ടയർ പഞ്ചറായി പറഞ്ഞു. അതിലും വിശ്വസിച്ചു ഹോൾദോന്നി എന്താ കാട്ടോ ഞാനാണ് പറയുന്നത്. വേറെ ആളെ പിടിച്ചേക്ക പറട്ടെ ഫുള്ള് പറയാം ഡിസ്ക് ഐറ്റങ്ങളൊക്കെ ഫുള്ള് പറയും. എന്നിട്ട് ആ ചങ്ങായി അത്ര തന്നെ വേറെ ഒന്നുമില്ല. നിഷ്കു മനസ്സാ നാളേക്ക് വർത്താനം പറയാൻ പറ്റൂല. റബി എന്തേ പറയും സ്റ്റോറി പറയും ഷിബുദ്ദീന എന്തേലും പറയേ ക്യാമറ ഓണാക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല. അല്ലേ അതേപോലെ അല്ലേ ഇവന് ഇടക്കിടക്ക് വരലില്ലല്ലോ പ്രാക്ടീസിന്. മൈക്കൊക്കെ ഈ ചെറുക്കു ഞങ്ങളൊക്കെ പരിപാടിക്ക് പോയിക്കാണ്ടേ മൈക്കൊക്കെ ഹലോ ഹലോ കുറച്ച് ബേസ് ഇട്ടാളി കുറച്ച് ഷാർപ്പ് ആകാണ്. എന്നിട്ട് ഫസ്റ്റ് ഇവന്റെ ഇപ്പൊ പരിപാടിക്ക് പോയെന്നേ ഇവന് ഞങ്ങളുടെ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫാദി ലീഡ് സിംഗറാണല്ലോ ലാസ്റ്റ് ഓനൊക്കെ ചെയ്യാം. എന്നിട്ട് ഓൻ ചെക്ക് ചെയ്യട്ടാ ഹലോ എല്ലാരും കൂടിയാണ് നോക്കി ഏതാ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഞങ്ങൾക്ക് ആർക്കും മൈക്ക് ചെയ്ത് ഒന്നും ബേസോ ഷാർപ്പോ ഒന്നും തേച്ചിട്ടെന്നില്ല കുറച്ച് ബേസ് ഇട്ട് അതില് ഫുള്ള് ബേസ് ഞങ്ങൾക്ക് ഉള്ള ഒക്കെ അതിലിട്ട് പോകും. നമ്മള് കംഫർട്ടായിട്ട് നമ്മള് പാടാൻ പാടുള്ളൂ. അതിനുള്ള ഒരു ഗുണം ഓനക്കുണ്ട് മനസ്സിലായോ? അതാണ് ആ റഷ്താൻ കമന്റ് എത്തിക്കണോക്കെ. ചെറിയ ടീമല്ലോ ചെറിയ ടീമല്ല. അറിയാലോ ഞാൻ ടീം എങ്ങനെ ചെറുതാവുക. കോഴിക്കോട്ട് നിന്ന് കൊറേ ആൾക്കാർ കേറിയാ തിരക്കാം. ഇവിടെ തൊട്ടിലെത്തിയല്ലോ ഓന്റെ തല ഒന്ന് പിടിച്ച് തിരിച്ചാ ഇൻട്രോവേർട്ടാണ്. ഞാൻ എക്സ്ട്രോട്ടോ. പിന്നെ കുറച്ചേരൊക്കെ ഈ വൈബിലങ്ങനെ നിൽക്കും. ഉറക്കനെ പറയും നീ കേൾക്കൂല. കാല് കടയും കാറ്റുണ്ടാവുള്ളൂ ഇതില്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ച് അങ്ങനെ നമ്മൾ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്താ പറയാനുള്ളത്? പറയാനില്ല. ഗുഡ് മോർണിംഗ് भाई आप कुछ बोलो. क्या बोलेगा? हमारा पहला व्लॉग है. नाम क्या? जगन्नाथ. जगन्नाथ. जगन्नाथ अब गाना गाए. पारड़ा भाई शाहरुख खान का पोस्ट दे दो. ഗായ്സ് അങ്ങനെ നമ്മൾ പറവൂർ സ്റ്റേഷനിലെത്തിട്ടോ. ഇനി ഇവിടുന്ന് പറടാ ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് പ്രോഗ്രാമുള്ളടത്തേക്ക്. 12 പിന്നെ നേരത്തെ 12 പറഞ്ഞേ. ആ സോറി അത് ബീച്ചിക്കാണടാ. അപ്പോൾ 2 കിലോമീറ്റർ കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാൻ വരുന്ന പറഞ്ഞേ. നമുക്ക് പോയോക്കാം. ഒരു മൂളിക്കപ്പോ അതിലെ അത് കാര്യമില്ല അതൊന്നും കാര്യമില്ല. അങ്ങനെ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. കേറിക്കോളി. നമ്പറും തുറക്കും. പറയും നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. കേറിക്കോ നീങ്ങിരിക്കടാ. ഞങ്ങൾ വണ്ടി കയറിട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുടിച്ച് കഴിഞ്ഞു എല്ലാവരുണ്ട്. പിന്നെ ബാക്കിൽ ബീച്ചാണ് കാണുന്നില്ല അല്ലേ അവിടെ ബീച്ചാണ്. നമ്മളത് കഴിഞ്ഞിട്ട് ബീച്ചിലൊരു നീരാട്ടം എന്തുകൊണ്ട് പുള്ളിമൂട്. അതാണ് രാവിലത്തെ അപ്ഡേറ്റ്സ്. അതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടിയുടെ ലൊക്കേഷൻ. കടൽ കാണാൻ ഈ നേരത്ത് പോകണം. പിന്നെ ഭയങ്കര വെയിലല്ലേ. അങ്ങനെ പോയി കൊടുക്കുക.
അപ്പോൾ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ലുക്കുമേ പറയാനുള്ളത്? ഇപ്പോൾ നല്ല ഫുഡ്, നല്ല ഫുഡ്, ഭയങ്കര ആദ്യം അത് പൊളിച്ചു. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അത്ര തന്നെ. നമീന് പറഞ്ഞാൽ അങ്ങനെയാണ്, തന്നെ ആക്ഷനിലൂടെ ഒക്കെ കാണിക്കും, ഒന്നും പറയാനില്ല. സൈലന്റ് ആണ് പക്ഷെ കില്ലറാണ്. അതെ, സൈലന്റ് കില്ലർ. നമ്മൾ നിൽക്കുന്ന വീട് ഇവിടെ നമ്മൾ താമസിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡോട് സെറ്റ് ആയിട്ടുണ്ട്. ട്രെയിനിൽ ഇതിൻ്റെ സ്ക്രൂ മിസ്സായിന്, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൗകര്യം. എടാ ഇതൊക്കെ വരുവിടെ അപ്ലോഡ് ആവും, ഇതൊക്കെ എഡിറ്റ് ചെയ്യാം. അതൊക്കെ വീഡിയോയിൽ വരണോ? അപ്പം നമുക്ക് അത്യാവശ്യം ലേറ്റ് സെറ്റപ്പ് കിട്ടുമ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അത് വീഡിയോ എടുക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? നിന്നെ ഞാനല്ലേ എൻ്റെ ഉള്ളാകെ തുന്നിയതല്ലേ അല്ലാതെ നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ച് പാടിയിരിക്കും. എന്തുള്ളാകെ തുന്നിയതല്ലേ പിന്നെ മിണ്ടാതെ കണ്ണാലെ ഞാൻ ചൊല്ലിയതല്ലേ തോന്നെ 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 പിന്നെ ഞാൻ നോക്കിയതെന്തും നീയല്ലാതെ ഹരം കൊണ്ട് മാറിയ നെഞ്ചും തിരിഞ്ഞൊരു കല്ലാണേ ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണേ അതൊക്കെ വിത്തൗട്ട് സ്കൂട്ടാണേ നിന്നെ ഞാനന്നേ എൻ്റെ ഉള്ളാകെ തുന്നിയതല്ലേ പിന്നെ മിണ്ടാതെ കണ്ണാലെ ഞാൻ ചൊല്ലി ഫൈനലി ഗായ്സ്. അപ്പം നമ്മൾ നടന്ന് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഓവർ തിങ്കിങ് ആൻഡ് സോൺ. ബാക്കി രണ്ടാൾക്കാർ അവിടെ ഭയങ്കര ഉറക്കാണ്. ഇപ്പം നമ്മൾ അവരെ വിളിക്കാൻ നിന്നില്ല, നമ്മൾ ഇറങ്ങി. നമ്മൾ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഉണ്ടോ അതൊക്കെ? പ്രകൃതിയിലോട്ട് ഇണങ്ങിച്ചു തരാം, പാട്ടും പാടി. റബീന് മിസ്സായില്ല, ഉറങ്ങിയവർക്ക് പോയി അല്ലേ? എനിക്ക് പോയി, അത്രല്ലോ. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാല് നമുക്ക് വർക്കല പക്ഷെ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണാം. അതാണ് വർക്കല. ഫിച്ചൊക്കെയാണ് നമ്മള് സംശയൊക്കെ പരിപാടിക്ക് പോവാണ്. എല്ലാരും ഓണാണ്. അപ്പോൾ പൊളിക്കാം, നമുക്ക് പരിപാടി പൊളിക്കാം. ബാക്കിയൊക്കെ വ്ളോഗില് ഇനി എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പരിപാടിന്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഇവന്റെ എന്തോ ഇവനെ വേറെ ആക്കിക്കണല്ലോ. പൊളിച്ചു. ഈ പെര നമ്മളുടെ ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെര നമ്മളിങ്ങോട്ട് വാങ്ങി. ഏതാ മൂടില്ല. AC ഒക്കെ ഓഫ് ആക്കിയാളാ. ഏതാ സെറ്റപ്പിലെ ഇവനേതാ ഇറക്കി പച്ചയിലൊക്കെ നമ്മള് കറുപ്പിന്റെ ഇടയിലാണ് ഇങ്ങനെ വേറിട്ട് കാണുന്നത്. അതെ, മെയിനാണ്. ഇമ്പോർട്ടഡ് എന്ന് മനസ്സിലാവണം. നമ്മൾ പെര കൂട്ടി ഇറങ്ങാണ്.
അല്ല ചിലയിട്ട് എടുക്കണം. ഇവിടെ സ്ലോമോ അപ്പൊ guys, നമ്മള് പരിപാടിക്ക് പോണേ. നമ്മള് പരിപാടിക്ക് ഇറങ്ങണം. അവിടെ കാണാം. പറയ് എന്ത് പറവാ അത് കിട്ടിയില്ലേ? അത് വീഡിയോ എടുത്ത് ചെയ്താൽ മതി. ഇവിടെ എന്താണ് ഓഡിയോ ഗൈസ്? അപ്പം നമ്മളങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് നമ്മൾ പരിപാടിക്ക് ഇറങ്ങട്ടോ. ഓക്കെ, അപ്പൊ guys, നമ്മള് പരിപാടിക്ക് ഇറങ്ങാണ്. എത്ര ഇട്ടത് പറഞ്ഞത് ഒരേ കാര്യം തന്നെ പിന്നെ ഇങ്ങനെ പറയാം. നോക്കട്ടെ, ഞാൻ എനിക്കൊന്ന് കാണിച്ചിട്ടാ. എനിക്ക് എങ്ങനെ കാണിച്ചു പോയി കണ്ടോ, ഞാൻ ഇപ്പൊ വരുമ്പോ ഒന്നുകൂടി പറയും. അപ്പോൾ ഗൈസ് നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കിട്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. കൊല്ലംകാരുടെ സ്നേഹം, ഹോസ്പിറ്റാലിറ്റി, അതെ, അവരുടെ ഒരു കൊല്ലം അല്ല നമ്മളൊന്ന് പോയ കൊല്ലം. ഞങ്ങൾ എത്തിയ മുതൽ പുതിയാപ്പിളായാലും തിരക്കാരായാലും ഞങ്ങൾ നിന്ന് വീട്ടിലത്തെ ഭയങ്കര അടിപൊളിയാണ്. അത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവനെ തല്ലിമോണ്ട് കണ്ട് ഫുഡ് കഴിക്കാൻ അതെ ഭയങ്കര കയറിങ്ങി. ഇപ്പോൾ ഈ പരിപാടി നമ്മൾ ഒരിക്കലും മറക്കൂല. പരിപാടിയായാലും സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എല്ലാവരും ഫുൾ ഫാമിലി ഫുൾ ഓണായിരുന്നു. പറയാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പരിപാടി പുറത്ത് ചെയ്യുന്നത് നമ്മൾ നാട്ടിലാണ് ഇതൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ 20ാമത്തെ പ്രോഗ്രാം ആയിട്ടുള്ളൂ. അതെ, നമ്മൾ പുറത്ത് സ്കീമാണ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മളെ ടീം. അപ്പോൾ ഇതിനായി പരിപാടി നമ്മൾ ഒരിക്കലും മറക്കൂല. താങ്ക് യു എല്ലാവരും. എന്തായാലും നമ്മൾ കഴിഞ്ഞ് തിരിച്ചു. ഇന്നിപ്പോൾ പരിപാടിക്കൊക്കെ വിളിക്കുക. ഓക്കെ ഓക്കെ, ബാക്കി വ്ളോഗിൽ ഉണ്ടാവില്ല. നമ്മളിവിടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സ്വദേശ് സൈനിങ്.